ഹായ്, ഹൈവേ ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തയ്യാറായി നിൽക്കുവാണ്. സമയം രാത്രി 12 മണിയായി കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും യാർഡിൽ ചെന്ന് നമുക്ക് അവിടുന്ന് കാണാം. അതായത് നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര ഫ്ലോറിഡ. നമ്മളെ യാടി വരുമ്പോഴത്തേക്കും ദേവസ്യാജൻ നേരത്തെ വന്നു കേട്ടോ. ഹുക്ക് ചെയ്യാനുള്ള പരിപാടികളിലാന്ന് തോന്നുന്നു. ഗേറ്റ് അതാണേലും ഞാൻ ഓടിക്കേറി. പീറ്റർവിൽ തന്നെയാണല്ലോ. ഓക്കെ, ആ സംഭവം വേറൊന്നുമല്ല. നമ്മുടെ 2-3 ട്രക്കുകൾ, അതായത് നമ്മുടെ കമ്പനിയുടെ 2-3 ട്രക്കുകളെല്ലാം വർക്ക്ഷോപ്പിലാട്ടോ. അപ്പം നമ്മുടെ ട്രക്ക് ഇപ്രാവശ്യം നമുക്കില്ല. നമ്മൾ പകരം വേറൊരു ട്രക്കാണ് കൊണ്ടുപോകുന്നത്, ST88 എന്ന് പറയുന്ന ട്രക്ക്. അപ്പോൾ അത് ഫ്രൈറ്റ് ലൈനർ അല്ല, പീറ്റർബിലിറ്റി തന്നെയാണല്ലോ എന്ന് പറയുമായിരുന്നു. പോരെ 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 പോരെ. നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ദേവസ്യാച്ചൻ ട്രെയിലറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഓക്കെ അല്ലേ എന്ന്. കാര്യം എന്നാന്നൊക്കെ പറഞ്ഞാലും ഫ്രൈ ലൈനർ ആയിരുന്നു, വലിയ ഫ്രിഡ്ജായിരുന്നു കേട്ടോ. എന്തോരം ഫുഡ് വേണേലും കയറിക്കൊണ്ടേനെ. ഇപ്പോൾ 2-3 പ്രാവശ്യമായി നമ്മൾ മാറി മാറി ട്രക്കുകൾ പലതായിട്ട് കൊണ്ടുവന്നു. നമ്മുടെ ട്രക്ക് കിട്ടിയിട്ട് കുറേ നാളായി. എന്നാ ചെയ്യാനാ, നമ്മുടെ ട്രക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു തൃപ്തിയില്ല. നമ്മുടെ ട്രക്ക് സാർ, സാറേ ഇതിൻ്റെ അകത്ത് തന്നെ ഇവന്മാരെല്ലാം ഊരിപ്പറക്കി വെച്ചേക്കുവാണോ? ഏതാണ്ട് കമ്പിയും കോലൊക്കെ കിട്ടുന്നുണ്ട്. ആണോ? എന്നാ അതേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്നാ ചെയ്യാൻ? അത് കുറേ ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്. ഒരു 4 ട്രക്കിനുള്ള ബ്ലാങ്കറ്റ് എൻ്റെ അകത്തുണ്ട്. നമ്മുടെ ട്രക്ക് അല്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മളെപ്പോൾ ട്രക്ക് എടുത്താലും ഇതുപോലെ എല്ലാം ABCD പറക്കി എല്ലാ സാധനവും ഉണ്ടോന്നുള്ള തപ്പണ ഒരു വല്ലാത്ത പരിപാടിയാണ്. ഭ്രാന്ത് പിടിക്കും. ലോഡില്ലാത്തതുണ്ടല്ലോ, അത് മതിയോ? ഇല്ലാതെ ഇപ്പോൾ നമ്മൾ തന്നെയാണ്. നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചില്ലിൻ്റെ ഒരു ചിപ്പ് നോട്ട് ചെയ്തതാണ്. അതാണ് നോക്കിക്കണം. ഇത് വീഡിയോ ഒക്കെ അത്രയും ക്ലിയർ ആണല്ലോ, പക്ഷെ നേരെ നോക്കുമ്പോൾ ഒരു വെടിയുണ്ടോ ഉണ്ടോ പോലെ. പ്ലാസ്റ്റിക് റാപ്പ് ഫിലിം, പ്ലാസ്റ്റിക് ഫിലിം ഫോർ റാപ്പിംഗ്. നമ്മൾ മറ്റേ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ സാധനം. ന്യൂയോർക്കിന് പോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിറ്റ് വേണം. അപ്പോൾ ന്യൂയോർക്കിൻ്റെ പെർമിറ്റ് ഉണ്ടോ എന്ന് നോക്കുക നമ്മുടെ ദേവസ്യാജൻ. ബാക്കി എല്ലാ പേപ്പർ വർക്കും നമ്മൾ നോക്കിയായിരുന്നു. പെർമിറ്റ് എടുത്തിട്ടുണ്ട്. ഏപ്രിലിൽ എടുത്തേക്കുന്നത്. നിങ്ങൾ ഫുട്ബോൾ ഉണ്ടായിരുന്നു ഇന്ന്? അവിടെ എല്ലാം ഭയങ്കരമായിട്ട് മറ്റേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എനിക്കൊന്ന് ആൾക്കാർ ഇങ്ങനെ മറ്റേ ഗ്രൂപ്പായിട്ടിരുന്ന് കാണുന്നതാണെന്നോ. ഇന്ന് അർജന്റീനയുടെ കളിയായിരുന്നു. മെസ്സി ഹാട്രിക് അടിച്ചു. പിന്നല്ല, ഇന്നൊന്ന് ആഘോഷം പറ്റും. കളി കണ്ടിട്ടാ പോണേ. കൊച്ച് വലിയ അർജന്റീന ഫാനാ. നിങ്ങൾ മറ്റേ ഇതൊക്കെ കിട്ടിയോ? ജേഴ്സി ഒക്കെ മേടിച്ചു? പിന്നെ ജേഴ്സി വന്നിട്ടില്ല. വന്നില്ലേ? ഇനിയുണ്ടല്ലോ കളികളല്ലേ. വണ്ടി മുഴുവൻ പൊടി പിടിച്ചൊക്കെ കിടക്കുന്ന വെല്ലോൻ്റെ വണ്ടി ആയതുകൊണ്ട് നമ്മളെപ്പോഴും അതും അതിൻ്റെ ഇത് പറഞ്ഞ പോലെ
ഇവരെല്ലാ ദിവസം ഓരോ വണ്ടി തരും. കാരണം ഇതെല്ലാം തൂത്തുമണിക്ക് എല്ലാം തൂത്ത് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത ഡ്രൈവർമാരോട് ഞങ്ങളെല്ലാം സർവീസ് ചെയ്ത് നടത്തിയിട്ടുണ്ട്, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. സത്യം. അങ്ങനെ പുറകിലത്തെ ലൈറ്റ് വേണം. അതെ, അവനിങ്ങോട്ടാണ്. അല്ല, നമ്മൾ സാറിനെ അപ്പം നമ്മൾ കാലിഫോർണിയക്ക് പോകുമെന്ന് പറയുമ്പോൾ നമ്മളൊരു ആവറേജ് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മളൊരു 100 കിലോമീറ്റർ കവർ ചെയ്യും എങ്ങനെ പോയാലും. അതെ, തന്നെയല്ല നമുക്ക് അറിയാവുന്ന റോഡും ട്രാഫിക്കും ഓരോ സമയവും എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അറിയാം. പിന്നെ ഇതെന്ന് പറയുമ്പം നമ്മളിപ്പോൾ പോകുന്ന ഈ മറ്റേ ജോർജിയ, അറ്റ്ലാന്റ ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ സിറ്റികളുടെ എണ്ണം കൂടുതലാണ്. അതെ, ചെറിയ ചെറിയ സിറ്റികളാണെങ്കിലും ഈ രാവിലത്തെ ട്രാഫിക്. നാളെ രാവിലെ ഈ സൗത്ത് കാരോളീനയുടെ ഷാർലറ്റും അങ്ങനെയൊക്കെ അവിടെയൊക്കെ നല്ല ഈ ട്രാഫിക് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതെ അതെ, പിന്നെ ട്രാഫിക് ഉണ്ട്. പിന്നെ ചില അപ്പ് ആൻഡ് ഡൗണും വളവും, അതായത് നമ്മൾ മറ്റേ എന്താ പറയാ, ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ അല്ല ശരിക്കും. ചിലയിടത്ത് ഇങ്ങനെ തിരിവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൺസ്ട്രക്ഷൻ കാണും. ഇപ്പൊ സമ്മറായില്ലേ. അതെ അതെ അതെ. പിന്നെ ആ സമയത്തിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ചില ടൗണുകളിൽ നമ്മൾ രാവിലെ വെളുപ്പ് കൂട്ടി ചെല്ലുമ്പോഴാണെങ്കിൽ ഇപ്പം മറ്റേ ജോർജ്, മറ്റേ അറ്റ്ലാന്റയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ വലിയ സിറ്റി അല്ലേ. അതെ അതെ. ഏറ്റവും വേഴ്സ്റ്റ് എന്താണെന്നറിയോ, ഇവര് ബോർഡർ സാരണിയാ തരും. അങ്ങനെ അതാ ചോദിച്ചത്. കഴിഞ്ഞ ചിലപ്പോൾ ഇന്നാളൊരു പ്രാവശ്യം ഫ്ലോറിഡയ്ക്ക് പോയപ്പോൾ ഇവര് തന്നത് മറ്റേ വിൻസറാ. ബഫല്ലോ കിട്ടിയാൽ നമ്മൾ ചുമ്മാ അങ്ങ് പോരുവേ. ബഫലോയില് വലിയ തിരക്കില്ല. അതും അമാര് ഡിലേ ആക്കൂല പടപടയെന്ന്. കാരണം അവിടെ ബ്രിഡ്ജ്. അതെ അതെ അതെ. പക്ഷെ ഇവര് ടോള് ലാഭിക്കാൻ വേണ്ടിട്ട് ഇപ്പറ സാരണിയിലേക്കൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇത് ഹൈവേ 50-ലുള്ള ഒരു BVD പെട്രോൾ പമ്പ് ആട്ടോ. നമ്മൾ ബഫല്ലോ ന്യൂയോർക്ക് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഫ്യൂവൽ അടിച്ചിട്ട് പോവാം. കാരണം നയാഗ്രയോട് അടുത്തിട്ടുള്ള BVDകളെല്ലാം ചെറിയ ചെറിയ BVDകളാണ്. ഫില്ല് ചെയ്തിട്ട് പോയാൽ നമുക്കൊരു സൗകര്യമാണല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിടും ഇവിടുന്ന്. പിന്നെ അവിടുന്ന് ആള് വരും. കണ്ടോ ഇപ്പൊ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പാർക്കിങ്ങും വരും. ബ്രാംപ്ടൺ ഏരിയ അല്ലേ. ഒരു 11 മണി കഴിയാതെ ഇങ്ങോട്ട് വരാനേ പാടില്ല. പറ്റില്ല. രാത്രി സമയത്ത് പറ്റുള്ളൂ. വെള്ളിയാഴ്ച വൈകുന്നേരം ആണെങ്കിൽ ഈ സമയത്താണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം വെള്ളിയാഴ്ച എല്ലാവരും ഇവിടെ ഫില്ല് ചെയ്തിട്ട് ഈ ട്രക്കും ഇവരെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തിടും. കാരണം തിങ്കളാഴ്ച എടുത്തോണ്ട് പോകുമ്പോൾ എടുത്തോണ്ട് പോയാൽ മതി. സ്റ്റിക്കറൊന്നുമില്ല. അപ്പൊ ഡിറ്റക്ട് ചെയ്യൂലല്ലോ. ഏതാ ടോളൊന്നുമല്ലോ. ഒക്കെ ഇല്ല, അത് ന്യൂയോർക്കിന്റെ സ്റ്റിക്കറാണ്. അല്ല, ഈ നമ്മള് സ്കെയിലൊക്കെ കയറുമ്പോൾ അമ്മമാർക്ക് അറിയാൻ വേണ്ടിട്ട് ഓൾറെഡി നമ്പർ പ്ലേറ്റിൽ നിന്ന് കിട്ടുമായിരിക്കും അല്ലേ. അത് നമ്പർ പ്ലേറ്റ് അത് സ്റ്റിക്കറല്ല. സ്റ്റിക്കറിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു മെസ്സേജ് നമുക്ക് കിട്ടാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇവിടെ ഒന്ന് പോസ് ചെയ്തേക്കുവാണേ. സംഭവം വേറെ ഒന്നുമല്ല, ഈ സ്റ്റിക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാറി ഇത് എന്നാ സ്റ്റിക്കറിനെ കുറിച്ചാണ് പറഞ്ഞെന്നുള്ള ഒരു സംശയം തോന്നുന്നില്ലേ. അതായത് യുഎസിലെ ചില സ്റ്റേറ്റുകളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്ക്, ന്യൂ മെക്സിക്കോ, ഓറിഗൺ, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പെർമിറ്റ് വേണം നമുക്ക് ആ ഏരിയയിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. വേണ്ട, നിങ്ങൾ ഈ സ്റ്റിക്കർ ഉണ്ടോ, ഇത് ന്യൂയോർക്കിന്റെ ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ ഈ സ്റ്റേറ്റുകളിൽ കൂടെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ട്രിപ്പ് ചെയ്യാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്കാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ ആ ഒരു പെർമിറ്റ് വാലിഡ് ആണെന്നുള്ളത്. പുതിയതാ, പഴയ മെഷീൻ മാറി. അതാണ് പുതിയ സെറ്റപ്പാ അല്ലേ. സീറോ കണ്ണും പിടിക്കുകയല്ലോ. താഴെ നമുക്ക് നമ്പറോ നമ്പറോ മെയിനല്ല എത്രയാ? 1 സെറ്റായോ? വേറെ ചിലപ്പോൾ ഇത് ഡീആക്ടിവേറ്റ് ആവും. അത് അങ്ങനെ പരിപാടി ഉണ്ട്. കാനഡയ്ക്കെല്ലാം ചില കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരാവശ്യമില്ല. അടിക്കുന്നില്ല, അടിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പറഞ്ഞത് ഇത് വർക്കാവുന്നില്ലേ? കുറേ അല്ല, ഫ്യൂല് വരുന്നുണ്ടോ? ഇപ്പൊ തീർന്നു. ഒട്ടുമില്ല. ഇല്ല,
പക്ഷെ ഇതിലൊന്നും കാണിച്ചില്ല, കുറച്ചു നേരം അടിച്ചു കണ്ടില്ലേ. എന്നാന്നറിയത്തില്ല, കുറച്ച് പെട്രോൾ കിട്ടി. പക്ഷെ ഇതിൽ വേണ്ട, നിങ്ങളുണ്ടോ മീറ്ററിൽ നിറയെ 0 ആയി കിടക്കുന്നത്. എന്നിട്ട് വീണ്ടും ഓഫ് ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒന്നോടെ ചിലപ്പോൾ ഒന്ന് എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവസ്വം ക്രെഡൻഷ്യൽസ് ഒക്കെ എൻ്റർ ചെയ്യുക. നോക്കി അടിച്ചു നോക്കി. അതൊന്ന് പ്രസിങ് മാറ്റിക്ക്. പ്രസിങ് അല്ല, ഇനി നോക്കി. എന്തോ അനങ്ങിയിട്ടുണ്ട്. ഇനി നോക്കി. കണ്ടോ അടിക്കുന്നുണ്ട്. അടിക്കുന്നുണ്ടോ? ഇത് കയറുന്നില്ല. നിന്നു പോയോ? നിന്നു. കംപ്ലൈൻറ്റ്. ഇത് കംപ്ലൈൻ്റ് ആയിരിക്കും. എന്നാൽ മാറ്റിയിട്ട് ഓടിച്ചാലോ? അമ്മയൊക്കെ അടിച്ചിട്ട് പോകുന്നു. എന്നാൽ വേണേ ഇച്ചിരി റിവേഴ്സ് എടുത്തിട്ടേ. റിവേഴ്സിലാ അതിൻ്റെ ഇവിടുന്ന് തന്നെ ഇത് ചെയ്യാം. ഏതാ 2 പമ്പ് 2. ഓക്കെ, ഞാൻ അപ്പുറത്തേക്ക് ഇടാം. എന്തായാലും ഈ പമ്പ് വർക്കാവുന്നില്ല. വേറെ പമ്പിൻ്റെ കുഴപ്പമായിരിക്കും നിർത്താം. നമുക്ക് ചേട്ടാ ഈ പമ്പിലോട്ട് ഇടാം. ആയിക്കോട്ടെ, ഇപ്പറല്ലേ? ക്യാമറ ആണ് ഇവിടെ വെച്ചോളാം പറയാം. ഓക്കെ, സാറിന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ആരും എടുത്തോണ്ട് ഓടാണ്ട്. ഇല്ല, ഞാനിവിടെ നോക്കാം. ഇതിൻ്റെ അകത്തല്ലേ ചെയ്യുന്നു. ആയിക്കോട്ടെ. അല്ല, ഇതിന്റെ ഈ ലിറ്ററിന്റെ ഫോട്ടോ എടുത്താൽ പോരെ? നമുക്ക് അത് BVD-ക്കകത്ത് കയറി വരും. അതിൽ നിർത്താൻ വെറുതെ സമയം. ആയിക്കോട്ടെ, ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്നു ഓർഡർ എത്തുമ്പോൾ വിളിച്ചേക്കാം. പിന്നെ നമ്മുടെ ദേവസ്യാചൻ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോയി. സമയം 1:30-1:45 കേട്ടോ. ബോർഡർ വരെ 1.5 മണിക്കൂറാണുള്ളത്. ഒരു ബോർഡർ ക്രോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ ഒന്ന് മയങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ പീസ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബ്രിഡ്ജാണ് നമ്മുടെ കാനഡയിലെ ഒൻറ്റാറിയോ എന്ന് പറയുന്ന സ്റ്റേറ്റിനെയും അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ന്യൂയോർക്ക് സ്റ്റേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ്. നിങ്ങളിപ്പോൾ കേട്ട ഒച്ച നമ്മുടെ ELD എന്ന് കേട്ട ഒച്ചയാണ്, ഇലക്ട്രോണിക് ലോഗ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ കാനഡയിൽ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അകത്തേയും ഡ്രൈവിംഗ് അവേഴ്സിൻ്റെ ഒക്കെ സംബന്ധിച്ചിടത്തോളം റൂൾസിൽ ചെറിയ വേരിയേഷനുണ്ട്. അപ്പോൾ നമ്മൾ കൺട്രി മാറി കയറുമ്പോഴത്തേക്കും നമ്മുടെ ആ ചേഞ്ച് ഓഫ് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, അല്ലെ അത് മാറിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വന്ന കാര്യമാണത്. ദേശാച്ചൻ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ബോർഡർ എത്തിയല്ലോ. ബോർഡർ എത്താൻ വേണ്ടിയുള്ള ഓർക്കത് എപ്പോഴും നമുക്ക് ദേഷ്യം പിന്നെ ബോർഡർ എത്തുമ്പോൾ. അല്ലെങ്കിൽ ഒടുക്കത്തെ ക്യൂ വരും. ഇന്ന് ക്യൂ ഒന്നും ഇല്ലേ എന്നൊക്കെ. കേട്ടോ, ഇപ്പൊ നമ്മൾ കിടക്കുന്ന MOT സ്റ്റാറ്റസിലാണ്. MOTയുടെ നിയമത്തിനനുസരിച്ച് കാനഡയുടെ. ഇനി എന്നിട്ട് അതിപ്പോൾ ഡ്രൈവിംഗ് കിടക്കുന്നതുകൊണ്ട് ഒന്നും മാറിയല്ല. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഓൺ ഡ്യൂട്ടിയിലോ ഓഫ് ഡ്യൂട്ടിയിലോ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വേണ്ടേ, നമുക്കിപ്പോൾ ഇതുപോലെ ELD ഹാസ് ഡിറ്റക്റ്റഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് സോൺ ചേഞ്ച് ഇൻ ടു USA. അപ്പോൾ ആ ഇത് ഓക്കെ അല്ലേന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ യെസ് അടിച്ചു കൊടുത്താൽ നേരെ DOT ആയിട്ട് മാറും. ശരിക്കും അത് ഓൺ ഡ്യൂട്ടി ബോർഡർ എന്ന് വേണേൽ അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടെന്നേ ഉള്ളൂ. ഇപ്പം അത് DOTയുടെ സമയത്തിലേക്കായി മാറി. നമ്മളൊരു സമയത്ത് സിംഗിൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് P&R എന്ന് പറയുന്ന ഒരു കമ്പനി പോയായിരുന്നല്ലോ കുറച്ച് നാൾ. ആ കമ്പനി സ്ഥിരമായിട്ട് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ബഫലോ ബോർഡറാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം വെളുപ്പിനെ 3:45 നമ്മുടെ ലോക്കൽ ടൈം. എന്നാലും ചെറിയൊരു ക്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആകെ ഒരു ബൂത്ത് ഓപ്പൺ ഉള്ളതെന്ന് തോന്നുന്നു, അല്ലേ സാറേ? അതാ, പകലായിരുന്നെങ്കിൽ ഇവിടുത്തെ സൈഡിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ രാത്രി ആയതുകൊണ്ട് എല്ലായിടത്തും ഇരുട്ടാണ്. Evening, officer. How many in the truck? 2 of us.
അങ്ങനെ ബോർഡർ ക്രോസിംഗ് സ്മൂത്തായി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിതാ ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വേണ്ട അങ്കോള എന്ന് പറയുന്ന ഒരു സ്ഥലം, നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റ് ഏരിയ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഷിഫ്റ്റ് മാറും കേട്ടോ. സമയം 4:30 ഏതാണ്ടായി. വേറെ നിങ്ങൾ ബാക്ക് ചെക്ക് ചെയ്തായിരുന്നോ മറ്റേ ബോഡി റോള് വരുന്നത് എന്നാന്ന്? ആ നമ്മുടെ കിളിവാതില് ടോപ്പ്. ഓ നല്ല പൊക്കത്തില് ലോഡുണ്ട്. അതാ വെറുതെ അല്ല. ആ വളവ് വരുമ്പോഴത്തേക്കും ബോഡി റോള് ഭയങ്കര അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോ തന്നായിരിക്കും സൂക്ഷിച്ചോടിക്കുന്നവർക്ക്. ആ അത് പറയാൻ പറ്റില്ല. അല്ല കമ്പനിയിൽ അങ്ങനെയുണ്ട്. അതായത് മറ്റേതെന്ന് പറയുമ്പോ പുതിയ ആൾക്കാർ വന്നിട്ട് ഇനിയിപ്പോ ഇങ്ങനത്തെ റോഡെന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പൊ നമ്മളത് നോക്കുന്നത് നല്ലതാ. കാരണം അല്ലെങ്കിൽ നമ്മൾ പറയും വേറെ ഏതെങ്കിലും പ്രശ്നമാണ്. നിങ്ങൾ വ്യക്തിഗത പ്രശ്നമാണോ? അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. ഒരു രാത്രിയിലെ ഇരുട്ടത്തെടുക്കാൻ പറ്റുന്ന കുറെ കണ്ടന്റ് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നു എന്നറിയാം. എന്തായാലും നാളെ നമുക്ക് നേരം വെളുക്കുമ്പോഴത്തേക്കും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.